ഹലോ ഗെയ്സ്, അസ്സലാമു അലൈക്കും. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോണതേ ഒരു സ്പോഞ്ചി കേക്കാട്ടോ. നല്ല കുറച്ച് സാധനങ്ങൾ മതി, 4 ഇൻഗ്രീഡിയൻസൊക്കെ മതി ഇട്ടത് ഉണ്ടാക്കാൻ. മുട്ടയും ഗോതമ്പ് മാവും പഞ്ചസാരയും ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ അതൊന്ന് ഉണ്ടാക്കി നോക്കി. നല്ല പഞ്ഞി പോലത്തെ കേക്ക് ഉണ്ടാക്കട്ടോ. ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് നല്ല നേരമായിട്ടുണ്ട്. ഇതിന് 4 മുട്ടയായിട്ട് തന്നെ ഉണ്ടാക്കണത്. ഒരു 2 മുട്ടയായിട്ട് മണി ഉണ്ടാക്കിക്കോളി. 2 മുട്ടയായിട്ട് മണി ഉണ്ടാക്കട്ടോ. അങ്ങനെ ഗേസ് ഈ മുട്ടയൊക്കെ ഒന്ന് ഉടച്ച് നമുക്കൊരു മിക്സിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എളുപ്പത്തിലുണ്ടാക്കാം കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും, ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് വീഡിയോ ഇട്ടുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഞാൻ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. എനിക്ക് മധുരമൊക്കെ എത്ര വേണമെന്ന് വെച്ചാൽ അതിൻ്റെ ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഒരു കപ്പ് ഗോതമ്പ് മാവാണ് എടുത്തിക്കണം ഈ കപ്പിന്. അപ്പോൾ അതിനൊരു 3/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ കറക്റ്റ് ചെയ്യണം. അങ്ങനെ ഗേസ് നമ്മുടെ പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു 1/4 ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ അളവിനനുസരിച്ചിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. ഇത് ഞാനേ ഏലക്കായും പഞ്ചാരയും കൂടിയും പൊടിച്ചാൽ കേട്ടോ. അതൊരു ടീസ്പൂൺ ഇട്ട് കൊടുത്തു കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ വാനില എസൻസ് വീട്ടിലുണ്ടെങ്കിലേ അത് ഒഴിച്ച് കൊടുത്തോളി. അതാകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതില്ലെങ്കിൽ ഇങ്ങനെ ഏലക്കായും പഞ്ചസാരയും കൂടിയും പൊടിച്ചത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. അങ്ങനെ കേസ് നമുക്ക് എഴുതിക്കഞ്ഞി പാൽപ്പൊടി കേട്ടോ വേണ്ടത്. മുട്ടയൊക്കെ ഞങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തണുപ്പൊക്കെ ഒഴിവാക്കി എടുക്കണം കേട്ടോ. തണുത്ത മുട്ട പറ്റില്ല. നമുക്കിതിൻ്റെ മധുരം ബാലൻസ് ചെയ്യാനുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിൽ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ കൂടെ കൂട്ടിയിട്ട് നമുക്ക് മിക്സിയിൽ നന്നായി ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റും കേട്ടോ. ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. ഈ അടിച്ചലൊക്കെ കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് ആവിയിൽ വേകുന്ന ഒരു സമയം വേണ്ടത്. അതിന് കുറച്ച് സമയം വേണമെന്നുള്ളൂ. ഇത് അടിച്ചാനൊക്കെ എളുപ്പമാണ്. പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് അങ്ങനെ നോക്കിയാൽ മതി. ഇടയ്ക്കൊരോന്ന് തുറന്ന് നോക്കിയാൽ മതി. അതൊക്കെ നമുക്കൊരു ബൗളിലേക്ക് ഒഴിക്കട്ടോ അടിച്ചത്. ഇനിയിപ്പോൾ അതിക്കേ ഗോതമ്പപ്പൊടി, നിങ്ങൾ മൈദ ഉണ്ടെങ്കിൽ മൈദ എടുത്തോളി. ഞാൻ ഗോതമ്പപ്പൊടി എടുത്തിക്കണേ. ഗോതമ്പപ്പൊടിയൊക്കെ നല്ലോണം അരിപ്പിയിൽ, കനല്ലാത്ത അരിപ്പിയിൽ അരിച്ചിട്ട് അതിൻ്റെ ഉമ്മിയൊക്കെ കളയണം കേട്ടോ. അങ്ങനെ എടുത്താണിത്. ഒരു കപ്പ് ഗോതമ്പ് മാവാട്ടോ. ഒരു ലേശം ഇട്ട് കൊടുത്തുങ്ങാണ്ടേ ഒരു സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ വിസ്ക് കൊണ്ടോ ഇങ്ങനെ ഇളക്കി അതിൻ്റെ കട്ടകൾ ഉടക്കണം കേട്ടോ. അതൊക്കെ നന്നായി ഉടക്കണം. അതിൻ്റെ കട്ടകളൊക്കെ ഇങ്ങനെ ഉടച്ചിട്ടേ അതിൻ്റെ ഒരു പാകത്തെ അയവ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ലൂസാകാനും പറ്റില്ല, അധികം കട്ടിയാകാനും പറ്റില്ല. അതിൻ്റെ കറക്റ്റ് അളവിലാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ ഇളക്കി കൊടുത്ത് ലേശം ഇട്ടുങ്ങാണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ നമുക്ക്. ഒന്നിച്ചിളക്കുമ്പോഴേ അതിൻ്റെ കട്ടകൾ പോവില്ല. അങ്ങനെ ഗേസ് ഇതൊക്കെ നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട എന്താ അറിയോ, കുക്കറും വേണം, ഒരു ബട്ടർ പേപ്പറും വേണം കേട്ടോ അതിൻ്റെ ഉള്ളിൽ വെക്കാൻ. അങ്ങനെ ഗേസ് നമ്മളെ ഇതൊക്കെ നല്ലോണം ഉടച്ചെടുക്കാം നമുക്ക്.
അങ്ങനെ ഗേസ് നമുക്കേ നല്ലൊരു കുക്കർ നല്ലോണം 5 മിനിറ്റ് നല്ലോണം ചൂടായിട്ട് ഈ ബാറ്റർ ഒഴിച്ച് അതിൽ വെച്ചിട്ട് കുക്കർ നല്ലോണം ചൂടാണ് കേട്ടോ ആദ്യം. എന്നിട്ട് നമ്മൾ ആ ബാറ്ററിലേക്ക് വെച്ചിട്ട് ഫ്ലെയിം ചെറുതാക്കുക. എന്നിട്ട് ഇങ്ങനെ കുക്കറിൻ്റെ വിസിലെടുത്തുങ്ങാണ്ട് അടച്ച് വെക്കുക. എന്നിട്ടൊരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു കോലുകൊണ്ട് എന്തെങ്കിലും കുത്തി നോക്കട്ടോ. എന്തെങ്കിലും ഇതുകൊണ്ട് കുത്തിക്കൊണ്ട് എന്തെങ്കിലും കുത്തി നോക്കിയിട്ട് അതിന് ഒട്ടണില്ലെങ്കിൽ കറക്റ്റ് വേഗമായിട്ടോ. നല്ലോണം വീർത്ത് വന്നിട്ടുണ്ട്. വലിയ പാത്രത്തിൽ വെച്ചതുകൊണ്ടാണ് വീർത്ത് വരാത്തത് കാണാത്തത്. ചെറിയ പാത്രത്തിലാണെങ്കിൽ നല്ലോണം കണ്ടി. നല്ല സ്പോഞ്ചായ കേക്കാട്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മുറിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ അടിപൊളി കേക്കൊക്കെ സ്പോഞ്ച് കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതല്ലേ. മുറിച്ചിട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. നല്ല തൊടുമ്പോൾ അങ്ങനെ നല്ല സ്പോഞ്ചി ആയിട്ടുണ്ട് കേട്ടോ. അടിയൊന്നും കരിഞ്ഞു പോയിട്ടില്ല. നല്ലേ. നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്കൊക്കെ അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ. ആ ബെല്ലൈക്കനൊന്ന് ക്ലിക്ക് ചെയ്യൂ. എല്ലാ കൂട്ടുകാർക്കും ഇനി അടുത്തൊരു വീഡിയോയുമായി വരാം. നന്ദി, നമസ്കാരം. അല്ലേ, ഞാൻ മുന്തിരിങ്ങ വെറുതെ ഇതിൻ്റെ മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്താട്ടോ. അതിൽ ഇട്ടിട്ടൊന്നുമില്ല. ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. വെറുതെ അതിന്മേൽ വെച്ചതാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു കറക്റ്റ് പാത്രമാണെങ്കിലേ അതേപോലെ കിട്ടും കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ച്.